ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൂര്യ വ്ളോഗ്സ്. ഞാനിപ്പോൾ വന്നിട്ട് ഒരു സന്തോഷമായിട്ടുള്ളൊരു വാർത്ത അറിയിക്കാൻ വേണ്ടി ഇപ്പോൾ വന്നതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിപ്പോൾ. മോണിറ്റൈസ് മീൻസ് നമുക്ക് വന്നിട്ട് നമ്മളൊരു 3 മില്യൺ ഷോർട്സിൻ്റെ വാച്ചവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും അച്ചീവ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ വന്നിട്ട് യൂട്യൂബ് ഒന്ന് മോണിറ്റൈസ്. അതിൻ്റെ മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് വന്ന് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വന്നിട്ട് ആദ്യം പറയേണ്ടത് വളരെ 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 നന്ദി. ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ഈ ചാനൽ തുടങ്ങി, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ കണ്ടൻറ് വീഡിയോയിലോട്ട് എത്തിയത്, പിന്നെ വന്നിട്ട് നമ്മുടെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ആയി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിന്ന് സംസാരിക്കാൻ പോകട്ടെ. ഐ എം സൂര്യ, ഐ എം 25 years old ആൻഡ് ഐ എം എ മോം. എനിക്കൊരു 9 months ഓൾഡ് ബേബി ഉണ്ട് കേട്ടോ. ഒരു മോളാണ് ഉള്ളത് എനിക്ക്. അവളുടെ പേര് വന്ന് പ്രയ. പിന്നെ ഞാൻ തുടങ്ങിയത് ആദ്യം എന്താണെന്ന് വെച്ചാൽ കോമഡി കണ്ടൻ്റ് അല്ല കേട്ടോ. എന്നിട്ട് ഇതൊന്നൊരു മലയാള ചാനലേ അല്ല, തമിഴായിരുന്നു ആദ്യമുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് വന്നിട്ട് തമിഴായതുകൊണ്ട് ഞാൻ പിന്നെ തമിഴിൽ തന്നെ നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡെയിലി വ്ളോഗും കുക്കിങ്ങും ഒക്കെ ഇട്ടു. പണി അവിടെ ഒന്നും സെറ്റായില്ല. അവിടെ ആരും സപ്പോർട്ട് അങ്ങനെ കാര്യങ്ങളും വ്യൂസ് പുഷ് ചെയ്തില്ല. എനിക്ക് ആരും സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കുക്കിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തു. ശരി പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ നോക്കിയിട്ട് പറഞ്ഞു, എന്തിനാ മോളെ തമിഴിൽ അപ്ലോഡ് ചെയ്ത്, എനിക്ക് സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊരു ലാഗൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിനക്ക് റീച്ച് ഇല്ലാത്തത്, നീ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആൾക്കാരും പിന്നെ ഒക്കെ സപ്പോർട്ട് ചെയ്യും. കണ്ടുവെച്ച് ജസ്റ്റ് ലൈക്കും കമൻറ്റൊക്കെ പെട്ടെന്ന് കിട്ടും. ആൾക്കാർ നമ്മളെന്തായാലും സപ്പോർട്ട് ചെയ്യും, നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ ചാനൽ എടുത്ത് തുടങ്ങി കുക്കിംഗ്. പിന്നെ കുക്കിംഗായിട്ട് എന്താ പറയുക, അത്ര പിന്നെയും മുന്നോട്ട് പോകുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ശരി ഓക്കെ നമ്മളൊരു മീംസ് ചാനലാക്കാന്ന് പറഞ്ഞു. കോമഡി ചാനലാക്കി. അതും വർക്കൗട്ടായില്ല. പിന്നെ ഞാൻ ശരി ഓക്കെ നമുക്ക് പ്രോഡക്റ്റ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കാം, എന്നിട്ട് അതിൻ്റെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. അതും വർക്കൗട്ടായില്ല. എൻ്റെ കുറേ പൈസ പോയി അതിൽ. പിന്നെ ശരി ഓക്കെ നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല എന്ന കാര്യത്തിലാണ്. പിന്നെ ശരി ഓക്കെ നമുക്ക് വന്നിട്ട് ഡെയിലി വ്ളോഗ് ഇടാം. ജസ്റ്റ് ഞാൻ എവിടെ പോകണം, കുട്ടിക്ക് ആശുപത്രി, അങ്ങനെ ചെറിയ വെളിയിൽ പോകണം വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അതും എനിക്ക് ഒത്തുതീർപ്പായില്ല. പിന്നെ ശരി ഓക്കെ നമുക്ക് ഡാൻസിങ്ങിൽ എൻ്റർടൈനിങ് ആണെങ്കിൽ നമുക്കത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടാണ് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഡാൻസിലിറങ്ങിയത്. കാല് കയറി എന്നുള്ളത് അതിൽ വേറെ ഒരു യൂസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചു ഓക്കെ നമുക്ക് എന്തായാലും ഇതൊന്നും സെറ്റാണ്. നമ്മൾ കോമഡി കണ്ടൻറ്റ് വന്ന് എനിക്ക് ഒരാളുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാള ചാനൽ തന്നെയാണ്. പിന്നെ ഒരു കോമഡി ചാനലിൻ്റെ കണ്ടൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വെച്ചാൽ അവൻ്റെ ഫാനും കൂടെ ആയിരുന്നു. അവൻ്റെ നിന്ന് കുറച്ച് എനിക്ക് ഓക്കെ നമ്മൾ വന്നിട്ട് അവനോട് ഇൻസ്പയറായി ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് കണ്ടൻറ്റ് ചെയ്തു. അത് നമുക്ക് വർക്കൗട്ടായി. എന്നാൽ പിന്നെ ഓക്കെ നമ്മൾ ഇതിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നിട്ട് എൻ്റെ അമ്മ, അനിയത്തി, കുഞ്ഞമ്മ, അനിയന്മാർ എല്ലാവരും കൂടെ കുറച്ച് വീഡിയോസ് ഇട്ട് തുടങ്ങി. പിന്നെ കുറച്ചായിട്ട് എൻ്റെ വ്യൂസ് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ആവണം ഞാൻ തന്നെ കണ്ടു. പിന്നെ അതിനുശേഷം ഓക്കെ പറഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയത്തും അവളുടെ സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി പുറത്ത് പോയിട്ട് ഒരു വീഡിയോ ഇട്ടു. ഓക്കെ നമുക്ക് അവിടെ നിന്നൊരു കണ്ടൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ അടിച്ചത് 1 മില്യൺ. ഓക്കെ എന്ന് പറഞ്ഞേ. പിന്നെ ഓക്കെ നമുക്കൊരു കോൺഫിഡൻസ് വന്നു. കാരണം എനിക്ക് 1 ഇയറായിട്ട് കിട്ടാത്തൊരു റെക്കഗ്നൈസേഷൻ എനിക്ക് പെട്ടെന്ന് ആ ഒരു വീഡിയോയിൽ 1 മില്യൺ അടിച്ചപ്പോൾ അത്രയൊരു സന്തോഷമായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത വീഡിയോ തന്നെ 2 മില്യൺ. പിന്നെ വളരെ എന്താ പറയുക ഓക്കെ നമ്മളെയും കുറച്ച് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നവരും കുറച്ച് പേരുണ്ട് എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയൊക്കെ 2 മില്യൺ പോകുന്നുണ്ടല്ലോ, ഞാൻ ചെയ്ത് തെറ്റു ഇതാണ് കേട്ടോ. നിങ്ങളാരും യൂട്യൂബ് തുടങ്ങണമെന്ന് ചിന്തയുള്ളവരാരും ഈ തെറ്റ് ചെയ്യല്ലേ. ആ വീഡിയോ ഓടുന്നുള്ളത് കൊണ്ട് ഓക്കെ അത് ഓടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും വീഡിയോ ഓടേണ്ട വരെ. പിന്നെ അതിന് നിന്നതിന് ശേഷം വീഡിയോ ഇട്ടാലേ ഇത് അഫക്റ്റ് ആകാണ്ടിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ നിൽക്കുന്ന വരെ വെയിറ്റ് 2.3 മില്യൺ. ഞാൻ 3 days വീഡിയോ ഇട്ടില്ല. അടുത്ത വീഡിയോ 5000 വ്യൂസേ പോയല്ലോ. 5000 എന്ന് പറയുന്നത് വലിയ തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ടപ്പിൽ നമുക്ക് വലിയ ഒരു സംഖ്യ തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് 2 മില്യൺ പോയിട്ട് 5000 എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. എന്താ ഇത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ChatGPT ചോദിച്ചു, ക്ലൗഡിനോട് ചോദിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ യൂട്യൂബിനനുസരിച്ചോളം ലീവില്ല. നീ 9 to 6 വർക്ക് ചെയ്താൽ നിനക്ക് ലീവുണ്ട് സാറ്റർഡേ. പക്ഷേ യൂട്യൂബിൽ അങ്ങനെയില്ല. നീ ഡെയിലിയും വീഡിയോ അപ്ലോഡ് ചെയ്ത് തന്നെ ആവണം. ആ കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നുള്ളതാണ് യൂട്യൂബിനനുസരിച്ചോളം ഉള്ള ഒരു എന്താ പറയുക ഒരു ലേബൽ. കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണം. അത് ഞാൻ തെറ്റിച്ചപ്പോൾ എനിക്ക് വീഡിയോയിൽ പിന്നീട് ലാഗായി. പക്ഷേ പിന്നെയും തുടങ്ങാൻ നമുക്ക് ആദ്യം തൊട്ട് കൊണ്ട് പിന്നെയും ഞാൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ നമുക്ക് വന്നിട്ട് ഒരു ദിവസം അങ്ങനെ 3 മില്യൺ ഷോർട്സ് വാലിഡ് ഷോർട്സായി.
എനിക്ക് ഈശ്വര ഒരു 3 മില്യൺ പേര് നമ്മുടെ ഷോർട്സ് വീഡിയോ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഒരു ഗുരുവായൂരപ്പ, വളരെ നന്ദിയുണ്ടെന്നൊരു രീതിക്ക് കരുതിയിട്ട് പിന്നെ നമ്മൾ നമുക്ക് 3 മില്യൺ വ്യൂസ് ആകുമ്പോഴത്തേനും നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഏകദേശം ആകും. കാരണം നമ്മുടെ വീഡിയോസ് കുറേ പേരിൽ എത്തുമ്പോൾ അതിൽ ചിലവർക്കെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു മനസ്സുണ്ടാവും. അങ്ങനെയുള്ളവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് 2 അച്ചീവ് ചെയ്തു. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ 3 മില്യൺ അച്ചീവ് ചെയ്തതും നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ സൂപ്പർ താങ്ക്സ് കിട്ടും, ഗിഫ്റ്റ് ഓപ്ഷൻസ് കിട്ടും, പിന്നെ പ്രോഡക്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് കിട്ടും. നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് റിവ്യൂവർ ആണെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് യൂട്യൂബിൽ നിന്ന് ഇൻകം, ആഡ് സെൻസിലുള്ള ഇൻകം അത് വേറെ. പക്ഷേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അഫിലിയേറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ധാരാളം, നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്ത് അതിൽ കൂടെ നിങ്ങൾക്ക് ഇൻകം കൊണ്ടുവരാം. എനിക്കിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ ഞാൻ ഇനി എടുത്തിട്ടില്ല. പക്ഷേ എനിക്കൊരു ഇൻകം കുറച്ച് വരാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഇൻകം വന്നിട്ട് $100 ആയതും നമുക്ക് വന്ന് വിഡ്രാ ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ടായി തുടങ്ങി. അതുകൊണ്ട് എല്ലാവർക്കും അറിയിച്ച് വളരെ വലിയ നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. എന്നാൽ പിന്നെ അടുത്തെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വന്നൊരു Q&A ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എൻ്റെ DM കുറച്ച് പേര് ചോദിച്ചു, ചേച്ചി ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു, ഞാൻ പെഗ് ബോർഡ് കണ്ടു, അതെന്താണത്, ഇങ്ങനെ സെറ്റ് ചെയ്ത് ചേച്ചി ക്രാഫ്റ്റൊക്കെ ചെയ്യാറുണ്ടോ എന്നൊക്കെ. എനിക്ക് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാനത് ചെയ്യാറില്ല. എൻ്റെ അനിയത്തി എനിക്ക് ചെയ്തു തരും. അത് ഞാനിങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യും. ലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിത് വേണമെന്ന് ഞാൻ അവളോട് പറഞ്ഞാൽ അവൾ എനിക്ക് ചെയ്തു തരും. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ പെഗ് ബോർഡിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വീഡിയോ ഇടാൻ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തോളേ. എന്നിട്ട് എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഫോണില്ല, എൻ്റെ അടുത്ത് ബാക്ക്ഗ്രൗണ്ട് കാര്യമേ ഇല്ല, വിഷയമേ അല്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് ചെയ്താൽ മതി. എനിക്ക് ഓൾറെഡി ട്രൈപ്പോഡില്ല, റിംഗ് ലൈറ്റ് ഇപ്പോഴും എൻ്റെ അടുത്ത് റിംഗ് ലൈറ്റ് ഇല്ല. പിന്നെ വെച്ചാൽ മൈക്ക് വാങ്ങിക്കാൻ തന്നെ ഞാൻ വട്ടപാടെ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. മൈക്കില്ല, ഫോൺ, ക്യാമറ, വീഡിയോ എടുക്കാൻ നേരെ ഒരു ഫോൺ, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളതുപോലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. യു ക്യാൻ റിയലി അച്ചീവ്. ഓക്കെ, എന്നാൽ പിന്നെ എന്തൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ താഴെ തന്നെ കമൻറ്റ് ഇട്ടോളൂ. എന്നെക്കുറിച്ച് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടോളൂ. ഞാൻ കാണാം, റിപ്ലൈ ചെയ്യാം, റിയാക്ട് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ. ബൈ.